Day 5, നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഹണ്ടിങ് അല്ലേ? അപ്പോൾ മൊത്തം ഈ പാക്കേജിൽ 5 ദിവസമാണ് ഹണ്ട്. ഒരു ദിവസം നമ്മൾ പോയി നാളെ തിരിച്ചു വന്നു. ഒരു ദിവസം വരാനും ഒരു ദിവസം പോകാനും, അങ്ങനെ 7 ദിവസം. 5 days ഇവിടെ ഈ ഹട്ടിൽ ഹണ്ട്. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ 2 സാധനം മിസ്സാണ്. ഒന്ന് ഇംബാല, പിന്നെ വിലബിയ, പിന്നെ സീബ്ര. അതിലേതെങ്കിലും ഒന്നിനെ ഇന്ന് അടിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ നമ്മളെന്നെ പോണ്ടിൽ ഫിഷിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? That's our plan for the day. I think we must stop here. So. Yeah. And then we must go like that. That we first go and then you turn. That you come from that side from the wind. ലാസ്റ്റ് ഡേയിൽ നല്ല വെയിൽ, സമയം 9:15 ഇപ്പോഴാണ് ആഫ്രിക്കൻ വെയിൽ എന്താണെന്ന് മനസ്സിലാവുന്നത്. നമ്മളോട് ഇവിടെ നിന്ന് സ്റ്റോക്ക് ചെയ്ത് പോകാനാണ് പറഞ്ഞത്. അവർ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി നമ്മുടെ അടുത്തേക്ക് വരും. വരുന്ന വഴിക്ക് ആമ ചത്തിട്ട് വലിയ ആമേട്ടോ. ഒരു 20 മിനിറ്റ് പോക്കായി, ഒന്നുമില്ല. നല്ല ഇപ്പോഴാണ് ആഫ്രിക്കയിൽ വന്ന് ഹണ്ടിങ് ഫീൽ ആയത്. സൂപ്പർ വെയിൽ. 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മുഖത്തെ ഫുള്ള് ഡീഹൈഡ്രേറ്റ് ആയി. നമ്മൾ പെട്ടെന്ന് തന്നെ മസൈമാരയിലൊക്കെയുള്ള ആളുകൾ എങ്ങനെ ഈ വെയിലത്ത് നടക്കുന്നത് പറയുമ്പോൾ ഒരു കാറ്റ് എന്നിട്ട് പോലും എനിക്ക് കുറച്ച് ഉള്ളത്. അപ്പോൾ അല്ലേ, അരമണിക്കൂർ അല്ലേ, ഒരു ½ an hour walk. നമ്മുടെ കാറ്റാടിയുടെ അവിടേക്ക് നമ്മൾ തിരിച്ചെത്തി. അയ്യോ, bloody hot, nothing. It's too much dehydration. It's a real hunting, stopping. Big one. Hey, they're coming that way. Wind ശരിക്കും നമുക്കെതിരെ കൊള്ളൂല. Got it! Good shot! Good shot!
once. Fucking good. This is amazing. Sorry ട്ടോ. Sorry. എനിക്ക് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം നോക്കി ഇത്ര സ്റ്റീപ്പിൻ്റെ ഉള്ളിലാണ് അത് വീണേ. ഒറ്റടിക്ക് വീണത്. അത് കറക്റ്റ് അതിൻ്റെ ഇടയിൽ തന്നെ വന്നു നിന്നല്ലേ. ക്യൂട്ട് ഷോട്ട് ഇട്ടാ. ഫസ്റ്റ് ബിഗ് അനിമൽ അല്ലേ നിങ്ങളുടെ? ഓ ഇറ്റ്സ് എ ബുൾ. ഇറ്റ്സ് എ ബുൾ. ഓ look at good one. Look at that. Fuck. Beautiful. Look at the lips. It's a good ram. അപ്പാ അത് എന്ത് നോക്കിയ ഈ മരങ്ങളുടെ കൂടെ ഷോട്ട് എടുത്തത്. ഇതാണ് റിയൽ ഹണ്ടിങ്. ഇതാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് നമ്മുടെ രാവിലെ ഡിസപ്പോയിന്റ് നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് നല്ല കുനിഞ്ഞ് നല്ല ഷോട്ട് ആയിരുന്നു. ഹണ്ടിങ്ങിന്റെ എക്സ്പീരിയൻസ് ഫീലൊക്കെ എനിക്കാണ് ഇപ്പോഴാണ് ഇറക്കാൻ തുടങ്ങി. എനിക്ക് ഈ ഒരു സ്പോട്ട് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു. ഞാൻ എയിം ചെയ്തതും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടിയപ്പോഴേ ഇവൻ കണ്ണ് മാറ്റും എപ്പോഴും സ്കോപ്പ് ചെയ്യുന്നത്. ഒരിക്കലും സ്കോപ്പ് ചെയ്യുന്ന കണ്ണ് മാറ്റരുത്. നമ്മൾ മൃഗത്തെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കണം. അപ്പോഴാണ് നിനക്ക് ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഈ ബുഷിനകത്തുള്ളതേ ഇവിടെ സൈറ്റിങ് പോവായിരുന്നു. ബ്യൂട്ടിഫുൾ. അയ്യോ ഇത് കൂട്ട് എക്സ്പീരിയൻസ് വരോ. ഗുഡ് ഷോട്ട് കേട്ടോ. അടിപൊളി ഷോട്ടായിരുന്നു. Oh, I was so disappointed. Like നമ്മൾ രണ്ട് നടന്ന്. Oh, look at that animal. That's real stalking, Michael. That's a stalking. Beautiful animal. നല്ല വലിയ. How old this impala you reckon? അടിപൊളി ഷോട്ടായിരുന്നു കേട്ടോ. തീരെ കാണാൻ പറ്റാത്ത. പാപ്പാ That real Africa. Welcome to South Africa. ഇപ്പോഴാണ് വെയിൽ കൊണ്ട്. ഇതാണ് റിയൽ ഹണ്ടിങ്. You know, we so good. Very rewarding. 1 മണിക്കൂർ ബൈ ലാൻഡ് നമ്മൾ സ്റ്റോക്ക് ചെയ്തു. 1 മണിക്കൂർ കൂടുതൽ നമ്മൾ നടന്നു. അടിപൊളി കോമ്പാട്ടാ. ബ്യൂട്ടിഫുൾ. It's an old one. Very good trophy. ഇപ്പോഴാണ് ഹണ്ടിങ് ഒന്ന് കംപ്ലീറ്റ് ആയത് ശരിക്കും പറഞ്ഞ. ലാസ്റ്റ് ഡേ ആയിരുന്നു. താങ്ക് യു മൈക്കോ. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. യു ടുക്ക് us here. താങ്ക് യു. യു ആർ ദ മാൻ. പുള്ളിയാണ് കേട്ടോ നമ്മളെന്നെ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ നടത്തിച്ച് കറക്റ്റ് ഇവിടെ വരെ എത്തിച്ച് പിന്നെ പാപ്പനെ ഇങ്ങനെ കണ്ടെത്തി. ബ്യൂട്ടിഫുൾ. വി ടേക്ക് എ ഫോട്ടോ നൗ. ഓക്കെ, നിങ്ങൾക്ക് ഈ അനിമലിനെ ഒന്നും വൃത്തിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്. എന്റെ ജലദോഷം പോയി, പനി പോയി, എല്ലാം പോയി. അത് ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഇന്നലെയൊക്കെ വണ്ടിയിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത്. ഇതാണ് റിയൽ ആഫ്രിക്കൻ ഹണ്ടിങ്, ബൂസ്റ്റ് സ്റ്റോക്കിങ്. കാരണം നമ്മൾ ഇന്നും ഒറ്റ മൃഗമില്ലായിരുന്നു. നമ്മൾ രാവിലെ നടന്നിട്ട് പക്ഷെ അവസാനമായപ്പോൾ നമ്മൾ കുറച്ച് മൃഗങ്ങൾ ഇങ്ങോട്ട് കയറുന്നുണ്ട്. പിന്നെ അതിനെ പക്ഷെ നമ്മൾ പോയതിനല്ല നമുക്ക് കിട്ടിയത്. നമ്മൾ വേറെ സാധനത്ത് എവിടെയൊക്കെ പോയി. ഞാൻ നോക്കിയപ്പോൾ ഈ സാധനം പെട്ടെന്ന് ഒരു സാധനം അനങ്ങുക. നമ്മുടെ മനസ്സിൽ ഇത് മാത്രമല്ലേ ഉള്ളൂ. കിങ്ങിണിക്കോഴിക്ക് ശേഷം പാപ്പനും പിള്ളേരും അവതരിപ്പിക്കുന്നു ഇംപാല. സോ ഡിറ്റോൻ്റെ ഫസ്റ്റ് അനിമലാണ്. ഫസ്റ്റ് അനിമലിനെ ഡിറ്റോ വണ്ടി വരെ ക്യാരി ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഗട്ടൊന്നും ഇപ്പോൾ ക്ലീൻ ചെയ്യണില്ല. ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വണ്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ക്ലീൻ ചെയ്യണേ. യു റെഡി? ഓഫ് കോഴ്സ്. യു ഹാപ്പി? I mean to carry the thing. Yeah, പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. നല്ല സൂപ്പർ കാടിൻ്റെ ഉള്ളിൽ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ജംഗിൾ. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഞാനും ഫസ്റ്റ് ടൈമാണ് സൗത്ത് ആഫ്രിക്കയിൽ. ഇറ്റ്സ് എ ബെസ്റ്റ് ഫീലിംഗ്, ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഡെത്ത് ആഘോഷിക്കുകയല്ല. ദിസ് ഈസ് വാട്ട് വി ആർ ഹിയർ ഫോർ. ഓക്കെ, ബ്യൂട്ടി, ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് വാട്ട് യു ആർ ഹിയർ ഫോർ. മൈ ദാറ്റ്സ് ദ വൺ. ഓ, ബാക്കിൽ നിന്നൊക്കെ ചോര കൊട്ടയായിട്ടാ ഒഴുകണ്. ഷർട്ട് പോയി ഇതിൻ്റെ. പുള്ളി ഇതേ ഒരു എത്ര 50 കിലോ ഉണ്ടോ? 50 മേലെ ഉണ്ടോ? ബ്യൂട്ടി, ബ്യൂട്ടി. ഒരു ഫോട്ടോ എടുക്കാം. 1 മിനിറ്റ്. It's my turn now. It's my turn. I'm taking the meat. നല്ല ബ്യൂട്ടിഫുൾ ഇംപാല രാവിലെ സൂപ്പർ കളികൾ. It's a challenge, mate. ഇതൊക്കെ സാധാരണ ബൈക്കുകളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾക്ക് ഇതൊരു ഫീലാണല്ലോ. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് മൃഗം. അപ്പോൾ അതിനെ ഒന്ന് ക്യാരി ചെയ്യാന്ന് പറയുന്നത് നമ്മൾ തന്നെ ഡൗൺ ചെയ്തു. നമ്മൾ തന്നെ അതിനെ ക്യാരി ചെയ്യുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. വെൽക്കം ടു സൗത്ത് ആഫ്രിക്ക. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ട്ടാ. എവിടെയാണോ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അല്ലേ, ആഫ്രിക്കയിൽ നിന്ന്
ഒരു മാനിനെ വെടി വെച്ചിട്ട് അത് ആഫ്രിക്കൻ മണ്ണിലൂടെ തൂക്കി നടക്കുക എന്ന് പറയണത് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്, ഗ്രേറ്റ് ഓണർ. എന്താ പറയുക, ആ ഒരു ഇമോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് സോ ഗുഡ്. Yes. Because the shot was taken from the shoulder of the Michael. Anything else. Only this part. Because he put the rifle on the Michael's shoulder. Where? ഞങ്ങളവിടെ ഒരു സീബ്രേനെ കണ്ടു. And it was breaking. Yeah, we saw zebra that side. ആ മലയുടെ താഴെ നിപ്പുണ്ട്. ആണോ? അവിടെ കുറെ ഇമ്പാലയും ഉണ്ട്. ആണോ? ഇമ്പാലെല്ലാം ക്രോസ് ചെയ്തില്ലേ ആ ഏരിയ. ഒരു മുട്ട സീബ്ര. മുട്ട സീബ്രയാണോ? ഇവിടെ വരുമ്പോൾ ഒരു കാര്യം കണ്ടത് കണ്ട, ഇവിടെ മറ്റുള്ള ആൾക്കാർ വന്നിട്ട്, അതായത് പോച്ചേഴ്സ് വന്നിട്ട് ഇതിൻ്റെ അടിയിൽ മൃഗങ്ങളെ പിടിക്കാനായിട്ട് കെണി വെച്ചിരിക്കുന്നതാട്ടോ, അടിയിൽ കമ്പി കെട്ടിയിട്ട്. അപ്പച്ചൻ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇതെല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ട്. മൈക്കിൾ അതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ വലിച്ചു പോരുക. എന്ത് പണിയെടുത്തിട്ടാന്ന് നോക്കിയേ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഹണ്ടിങ് ഉണ്ടായിട്ടിങ്ങനെ അപ്പോൾ ഹണ്ടിങ് നിരോധിച്ചാൽ അവസ്ഥയാണ്. ഫാം ലാൻഡിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ പോക്കിരിത്തരം. ഉള്ളിൽ ഈ വനത്തിൻ്റെ അകത്ത് അടിച്ചു മാറ്റാനായിട്ട്, മൃഗങ്ങളെ അടിച്ചു മാറ്റാനും, അതിന് അടിച്ചു മാറ്റാന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കേസിനാണ് പറയുന്നത്. ഇവർക്ക് ഫുഡില്ല. ഇതിൻ്റെ ഒരു കേസാണ് ഇവർ മീറ്റ് സെല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു 25 കുടുക്ക് വെക്കും. ഒരു കുടുക്കിലായിരിക്കും മൃഗം വീഴുള്ളൂ. അപ്പോൾ അത് ആ മൃഗത്തെ എടുത്തോണ്ട് അവർ പോകും. ബാക്കിയുള്ള 24 കുടുക്കും ഇവിടെ കിടക്കുക. ഇവൻച്വലി ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് ഇവിടെ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് എത്തുപോകും. പട്ടിണി കിടന്ന് എത്തുപോകും. അല്ലെങ്കിൽ ഇവർക്ക് കാശ് കിട്ടാണ്ട് എത്തുപോകും. ഇവർക്ക് കാശ് അല്ലെങ്കിൽ അതുകൂടാതെ വല്ല ഫൈനോ വല്ലതും വന്ന് തിന്നും. ഫാമറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നഷ്ടമാണ്. ഇതാണ് ഇവരുടെ ഇൻകം, ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഇൻകം. അതെ, നമ്മുടെ ലഞ്ച് ടൈമാണെന്ന്. അത് മാത്രമല്ല നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഹണ്ടിങ്ങും കൂടിയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ മെയിൻ മാൻ ഓഫ് ദ ഡേ ഇന്ന് നമ്മുടെ ഡിറ്റോയാണ്. ഡിറ്റോ ഇമ്പാലേനെ അടിച്ചു. ആ ഇമ്പാലേനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയം റയർ ഇമ്പാല അല്ലേ. നല്ല സോഫ്റ്റ് മീറ്റ് ആയിരുന്നു. ആ നല്ല സോഫ്റ്റ്. ഓ ചേട്ടാ ഇമ്പാലിരിക്കണു. ഇത് ആക്ച്വലി നമ്മൾ ഇന്ന് അടിച്ച ഇമ്പാലയല്ല, ചേട്ടൻ 2 ആഴ്ച മുന്നേ അടിച്ച് നന്നായിട്ട് ഏജ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമ്പാലയാണ് ഇരിക്കണേ. ഒരു പീസ് അടിച്ചിട്ട് ഇതിൻ്റെ മീഡിയം റയർ ഒന്ന് കാണിച്ചു തന്നെ പാപ്പ പ്ലീസ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞോളൂ. ഇങ്ങനെ ഇമ്പാലയും എടുക്കുക. ആ യാ, എന്നിട്ട് ഒരു ശകല ബ്രാൻഡി എടുക്കുക. ബ്രാൻഡി പറയപ്പാ. നല്ല സോഫ്റ്റ് അല്ലേ. ഇതിൽ അവർ മറ്റേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? മറ്റേ ടെൻഡറൈസർ അല്ലേ. ഇത് ഒരു കോമൺ സാധനമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നന്നായിട്ട് ടെൻഡറൈസർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഗെയിമിംഗ് ഫ്ലേവർ ഇല്ല. ദർ ഇസ് സംതിങ് യുണീക്ക്. ഇവിടെ എല്ലാ ദിവസവും ലഞ്ചിന് നല്ല അടിപൊളിയായിട്ട് സാലഡ്, എന്തെങ്കിലും ഒരു സ്റ്റാർച്ച്, ഡെസേർട്ട്, പിന്നെ ഡെസേർട്ട് ഡിന്നറിന് കേട്ടോ. പിന്നെ അതെ ഇമ്പാല, പിന്നെ മിക്സഡ് മീറ്റ് സോസേജ് ആണ് ഇത്. ഇത് മിക്സഡ് ആണോ? ഇത് എപ്പോഴും അവര് മിക്സഡ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇമ്പാല, കുമ്പാല, ആന, മയിൽ, ഒട്ടക എല്ലാം ചേർത്തിട്ടാണ്. സത്യം ഇവിടുത്തെ ഇന്ന് നമ്മുടെ വേർണപ്പച്ചൻ ഇവിടെ ഖബർനോസി അല്ലേ. It's a Cabernosi. Cabernosi, yes. It's a South African sausage. I don't know. I think it's more Russian. More Russian, okay. നമ്മുടെ റഷ്യൻ സ്റ്റൈല് ഇവരിവിടെ എന്നുണ്ടാക്കണ ഒരു സോസേജ് ആണ് കേട്ടോ. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു 10 കിലോ പോർക്ക് മീറ്റും, പിന്നെ നമ്മൾ ഇന്നലെ വെടിവെച്ചിട്ടുള്ള ബുഷ് ബക്കിന്റെ 14 കിലോ മീറ്റും, 2 കിലോ കാബർനോസി സ്പൈസസും ആയിട്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്യാണ്. നമുക്കിവിടെ ഇവർ കബർനോസി ഇങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അപ്പച്ചൻ കാണിച്ചു തരും കേട്ടോ. യു ആർ എ ഗുഡ് മാൻ ടീച്ചിങ് us some life skills. So you will not get hungry when you must do survival. Yeah, Corona is coming again. കൊറോണ കമ്മിങ് again. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാതെ ഇനി കൊറോണ വരുമ്പോൾ. ഇപ്പം നമ്മൾ അന്ന് ഗോവയിൽ കണ്ടില്ലേ ചൊറീസോ ഉണ്ടാക്കണത്, അതുപോലെ നമ്മുടെ സോസേജിൻ്റെ മിക്സ് എല്ലാം അരച്ചെടുത്തിട്ടുള്ളത് ഈ മെഷീനിൽ ഇടണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷീപ്പ് കേസിൻ്റെ ഉള്ളിൽ കൂടെ പുഷ് ചെയ്യാനുള്ള മെഷീനാണ് ഇത്. ഇതേ നമ്മുടെ ഷീപ്പ് കേസിൻ. ഇത് ഇവരുടെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടുള്ള ഷീപ്പിൻ്റെ
കുടലാണ് കേട്ടോ. ആ കുടലിവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഈ കുടലിൻ്റെ അകത്താണ് ഈ മീറ്റ് സോസേജ് കുത്തി കണ്ടിട്ടുണ്ടായിരിക്കും. ഇവർ സിന്തറ്റിക് കേസിന് യൂസ് ചെയ്യണില്ല, കുടലാണ് യൂസ് ചെയ്യുന്നത്. ദേ നമ്മുടെ സോസേജിൻ്റെ സുന. നോ ഗുഡ്. ഇതേ പുള്ളി കേസിനെടുത്തു. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പ്രൊസീജിയർ. ദേ അതിൻ്റെ ഉള്ളിൽ കയറ്റണം. എത്രയാണെന്ന് കയറണമെന്ന് നോക്കിയാൽ കേസിന് എപ്പോഴും വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. It's about 18 meters of casing for one sheep. Yeah. Yeah, so you can see how long it is. How long it is. Okay, we can go. And then we're going to hang it up, and then to dry, tonight we're going to smoke it. ദേ നമ്മുടെ കബർനോസി ഇപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്ക്, നമ്മുടെ റിവർ ഇവിടെ, കാബർനോസി കുക്കാവണത് ഇവിടെ. എന്താ സെറ്റപ്പ് നോക്കിയേ, എന്തൊക്കെ ഗ്രില്ലിരിക്കണത് നോക്ക്. ഇപ്പുറത്ത് സ്മോക്കറുണ്ട്, പിസ്സ ഗ്രില്ലുണ്ട്, നമ്മുടെ ഓൺ ഒരു കിണർ പോലെ കുത്തിയിട്ട് ഈ മരക്കഷ്ണം ഇട്ടിട്ട് ഇവിടെ ഇരിക്കുക, അടിക്കുക അല്ലേ, ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, തിന്നുക, കുടിക്കുക, ജീവിതം ആനന്ദിക്കുക അല്ലേ. അതെ, ആന ചിഹ്നം വിളിക്കുന്ന സൗണ്ടും, ആന ചിഹ്നം വിളിക്കുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ആന ചിഹ്നം വിളിക്കുന്നത് പാട്ട് വെച്ചിട്ടല്ല, ആന ചിഹ്നം വിളിക്കുന്ന സൗണ്ട് നമ്മുടെ ഈ നദിക്ക് അപ്പുറത്ത് ബോട്ട്സ് ആനയെന്ന് കേൾക്കാണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സൂപ്പർ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഈ ഇരിക്കണ കക്കോട്ടുന്നായ കണ്ട, കക്കോട്ടുന്നായ അല്ല, മണ്ണ് കോരുന്ന കോരി. ഇത് ആക്ച്വലി മണ്ണ് കോരുന്ന കോരിയല്ല, അതിനും ഉപയോഗിക്കാം. അത് കൂടാതെ ഈ സാധനം ബർഗർ ഉണ്ടാക്കാനും എന്തെങ്കിലും മീറ്റ് സ്റ്റേക്കൊക്കെ കുക്ക് ചെയ്യാനും ഉപയോഗിക്കാം. ഇത് കഴിക്കാനുള്ള സാധനം ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അടിപൊളി സെറ്റപ്പ്. ജീപ്പ് തേങ്ങ മാങ്ങാന്നൊക്കെ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ജീപ്പല്ല, ജാപ്പ്. നോക്കിക്കോട്ടെ ഇതിൻ്റെ ബാക്കിൽ. On our way, if somebody attacks, then we can use this to kill them too. കണ്ട, കിടില സെറ്റപ്പ് കേട്ടോ പാപ്പോ. ഭയങ്കരമാണ് സാധനം. എന്തൊക്കെ സെറ്റപ്പ് ഇതൊക്കെ. ഇതിൻ്റെ മുകളിൽ തടച്ച് ഈ സാധനത്തിൻ്റെ മുകളിൽ വെച്ച് പാപ്പൻ്റെ കയ്യിൽ ഇതേ ആനപ്പാറ്റി ഇരിക്കണു. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് പുള്ളി എടുത്തു വെച്ചതല്ലേ. ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു നമുക്ക് പാറ്റി ഉണ്ടാക്കി വെക്കണം. ഇത് 2 വർഷത്തിനുള്ളിൽ നമ്മൾ ആന വെടിവെച്ചിരിക്കണം കേട്ടോ. ആണോ? നമ്മളിവിടെ നിങ്ങൾ നോക്കിയിരുന്നത് 2 വർഷത്തിനുള്ളിൽ ആന നമ്മൾ വെടിവെച്ചിരിക്കും. ലെപ്പേഡിനെയും ആന ലെപ്പേഡ് നമ്മുടെ മെയിൻ ബക്കറ്റ് ലിസ്റ്റ് ആയി. അതാണ്. അതിങ്ങി ഇപ്പോൾ യൂട്യൂബ് നമ്മുടെ ചാനൽ അടിച്ച് കളഞ്ഞാൽ ചില കുഴപ്പമില്ല, ഇടുകാതുള്ളൂ വീഡിയോ. അല്ല, ആരെ വെടിവെച്ചിട്ട് ഇടായിരുന്നൊരു കാര്യമില്ലല്ലോ. ഇന്നലെ കഴിച്ചപ്പോൾ ഇത് സൂപ്പറായിരുന്നു അല്ലേടാ. ഓ, അടിപൊളിയായിരുന്നു. നല്ല പാറ്റി കേട്ടോ ഇത് ശരിക്കും. അതെ, ഇത് പിന്നെ ബീഫിൻ്റെ ഫാറ്റാ പുള്ളി ഇരിക്കുന്നത്. ബീഫ് ഫാറ്റ് അവർ ഫാറ്റില്ലാതുണ്ടേ. ഓ, ടു ഹോട്ട്. പാറ്റി ഗോയിങ് ഇൻ. ആന ബർഗർ, ആനപ്പാപ്പാൻ, ആനപ്പാപ്പൻ. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മളിവിടെ ചാനലിനെ പറ്റിയായിരിക്കും കേട്ടോ. അടുത്തത് ഇനി ആനയെ കഴിക്കണമെങ്കിൽ നമ്മൾ വെടി വെച്ച് മാത്രമല്ലേ, 2 മതി കുറവല്ലേ. ഇല്ല, ഇതേ നമ്മുടെ ബർഗർ പാറ്റി റെഡി ആയിട്ടാ. നോട്ട് ഈവൻ ലൈക്ക് 5 minutes ഇറ്റ്സ് റെഡി. ബ്യൂട്ടിഫുൾ പാറ്റി. വി മേക്ക് ബർഗർ നൗ. Again, all of it. ഓ, ചൂടെന്ന് പറഞ്ഞാൽ ഈ തീ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാടോ. എലിഫന്റ്. ഇവിടെ നമുക്കൊരു ബർഗർ ബണ്ണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പച്ചാൻ. നൈസ് ഹോൾ വീറ്റ് ബർഗർ ബൺ. ബ്യൂട്ടി. നല്ല രസം, നല്ല ഫ്രെയിം, നല്ല കളേഴ്സ്, കുറച്ച് ലെറ്റസ്, ലിറ്റിൽ ബിറ്റ് ഓഫ് അനിയൻ. ഈ അനിയൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാം കേട്ടോ. നല്ല രസം, പർപ്പിൾ കളറ് ബാക്ക്ഗ്രൗണ്ടിൽ ഓറഞ്ച്. ഓക്കെ, കുറച്ച് ചീസ് ടൈം. ഓ, നല്ല രസട്ടാ. ബാക്ക്ഗ്രൗണ്ടിൽ ഓറഞ്ച് ലൈറ്റ്, ചെഡാർ ചീസ്, സ്മോക്ഡ് ചെഡാർ ആൻഡ് ദ ബൺ ഓൺ ദ സൈഡ്. ബ്യൂട്ടി. ഭയങ്കര റസ്റ്റിക് ബർഗറാണ് കേട്ടോ. ആന ബർഗർ ഉണ്ടാക്കുമ്പോൾ എല്ലാവിധ ബഹുമാനങ്ങളും കൊടുത്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെ, നമ്മൾ ഡബിൾ പാറ്റിയാണ് കേട്ടോ, മാക്ഡി. ഓഹോ, ദാറ്റ് ലുക്സ് മീൻ. ഓക്കെ, ദേ ആനയ്ക്ക് കുറച്ച് മയണൈസ്. ഓ, ബ്യൂട്ടിഫുൾ ഐസ്ബർഗ്. പാപ്പാ, ഫൈൻ ഡൈനിങ്. ഓ, ടൊമാറ്റോസ്.
ആന അങ്ങോട്ട് പെട്ടക്കെട്ട അങ്ങോട്ട്. പിന്നെ and some caramelized onions. എനിക്ക് തോന്നുന്നുണ്ടല്ലേ നമ്മളൊക്കെ കഴിഞ്ഞ ജന്മത്തില് ഈജിപ്തിലെ രാജാക്കന്മാരുടെ അടിമയാന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇതുപോലെ സുഖം ഇതുപോലത്തെ ജീവിതം നമുക്ക് കിട്ടിയാലാ. ചിലപ്പോൾ അവരുടെ പിരിവിടൊക്കെ പെടുന്നത് നമ്മളായിരിക്കും. അതിനുള്ള ഇത് സുഖമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് ലൈഫ് ഭയങ്കര മണഹാൾ. ഒന്നവിടെ അങ്ങോട്ട് വെക്കി തീയിൽ ഞാൻ അവളെ ഒന്ന് കാണട്ടെ കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വേൾഡ്സ് ഫസ്റ്റ് ആന ബർഗർ. അല്ല ഇവർക്ക് കൂടി ഈ പാറ്റിയുള്ള കാരണം ഇവരിതിന് ഡിഡ് യു എവർ മേക്ക് ബർഗർ വിത്ത് ദിസ് പാറ്റി ബർഗർ ഓർ ജസ്റ്റ് ഈറ്റ് ദ പാറ്റി ഓൺലി? No, we make burger. ബർഗർ ഓക്കെ. സോ ദിസ് നോട്ട് എ വേൾഡ്സ് ഫസ്റ്റ് ബർഗർ ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ആന ബർഗർ അല്ലേ? മലയാളിക്ക് ആദ്യത്തെ ആന ബർഗർ ആയിരിക്കാം ഒരു പക്ഷേ ഇത്. ബ്യൂട്ടിഫുൾ. ദേ നമ്മുടെ ഖബർനോസി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ബുഷ്പക്കും പന്നിയും അങ്ങനെയുണ്ട്. അടിപൊളി സാധനം. ഫ്രഷ് ഇപ്പം അടിച്ച് ഇപ്പം ഉണ്ടാക്കി അല്ലേ അരവിന്ദ്? എങ്ങനെയുണ്ട്? ഗുഡേ. ആ പോർക്ക് ഫാറ്റിന്റെ എന്നാ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ? പോർക്ക് ഫാറ്റ് അല്ലേ? പോർക്ക് ഫാറ്റിന്റെ ഇവരുടെ അഭിപ്രായം ചോദിക്കാം. എന്താ പറഞ്ഞ ഉപ്പ് കൂടിയെന്നാ? അത് ചിലപ്പോൾ പ്രിസർവ് ആ ഇതിന്റെ തന്നെ ആണോ? കൂടിച്ചെങ്കിൽ കൂടി അത്രേ ഉള്ളൂ. ദേ ഇത് നോക്കിയേ നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല ഫാറ്റൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബർഗർ പാറ്റി. ഇന്നലത്തെ നമ്മൾ കഴിച്ചപ്പോൾ തന്നെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ജ്യൂസൊക്കെ ഒലിച്ച് ഇറങ്ങി തുടങ്ങി. ലെറ്റ്സ് സീ ദിസ് നൗ. ഞാൻ ഇതുവരെ ലൈഫിൽ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ബർഗർ. ബ്യൂട്ടിഫുൾ, വെരി നൈസ്. ആ പാറ്റി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? സോ ഗുഡ്. പാപ്പ ഒരു പടം പാപ്പ പുലിനെ വിളിച്ചിട്ട് പുലി ബർഗർ ഉണ്ടാകും. അത് ഫസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഫസ്റ്റ്. അത് ലോകത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. പുലി ബിരിയാണി. എടാ പുലി ബിരിയാണി ബർഗറല്ല, നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം. ആന അടിക്കും ബിരിയാണി കേട്ടോ. പുലി വളർത്തിയത് അടിപൊളിയാണോ? ഭയങ്കര ടേസ്റ്റ് ആണോ പാറ്റി. സോ ഗുഡ്. നൈസ്. ഇതിന്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞതാ. അതുകൊണ്ട് ആ സാധനം വായിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഇത് എപ്പോ കിട്ടിയാലും അതിനെ ആണ് മറ്റേ സംഭവേ ഇൻസുലിൻ ചെല്ലുന്ന പോലെയാ. ടു മച്ച് അഡിക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആന ബർഗർ ഉണ്ടാക്കി. ഇനി നമ്മൾ പോണത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേയിൽ കുറച്ച് നേരം പുള്ളി പുഴമീൻ ചൂണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഡാമുണ്ട്, ഡാമിൽ പോയിട്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകാൻ കേട്ടാ. ഇതാണ് കേട്ടാ നമ്മുടെ ആക്ച്വലി ഡാമല്ല, ഒരു കുളമാണ്. നല്ല അടിപൊളി കുളം, നല്ല വലിയ കുളം. നോക്ക്, ഈ കുളത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേ വേറൊരു സൂപ്പർ കാഴ്ച കാണിച്ചു തരാം. നമ്മളവിടെ ഈ കിളി വീവർ കണ്ടാ, എന്തോരം വീവറിൻ്റെ കൂടാൻ നോക്കിയേ, ഇഷ്ടം പോലെ മാല ബൾബ് നാട്ടിൽ പെരുന്നാളിന് തൂക്കിയിട്ട പോലെ ഉണ്ട് അല്ലേ. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്കൊക്കെ കൂടെ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല രസം, ബ്യൂട്ടിഫുൾ ഈവനിങ്. അങ്ങനെ നമുക്ക് അവസാനം ഈ മഞ്ഞക്കിളിയുടെ കൂടും ഇഷ്ടം പോലെ കാണാൻ പറ്റി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയേ എന്തോരം മഞ്ഞക്കിളിയുടെ കൂടാൻ നോക്കിയേ. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൂട്. കിളിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എരയിട്ടിട്ടാ പിടിക്കണേ. കൊട്ടയിൽ എരേനെ കൊണ്ടുവന്നിട്ടുണ്ട്, കിട്ടിയില്ലേ കണ്ട. ചെറുപ്പത്തിലെ മീൻപിടുത്തൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന് ഇല്ലേ. Who's doing first? Who's gonna cast? നല്ല രസമുണ്ട് കേട്ടാ. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ഗ്രീനറി. ഓ ബ്യൂട്ടിഫുൾ. അരവന്ത്, bring it on, mate, bring it on. അരവിന്ദിനെ അടിച്ചിട്ട് വരണോ? അതേതാ കിർപ്പറാണോ? അതേതാ കിർപ്പറ? അതിൻ്റെ പേരെന്താ പുള്ളി പറഞ്ഞേ? കാട്ടി. ആ കൊള്ളാട്ടാ, ഒരു 1.5 അയിലയുടെ വലിപ്പുണ്ട് അല്ലേ? പല്ലുണ്ടോ എവിടെ? അല്ല അതില്ല, അത് പല്ലല്ല. കാട്ടി ഇങ്ങനെ പിടിച്ച ഇങ്ങനെ
അങ്ങനെ ആഫ്രിക്കയിൽ വന്നിട്ട് മീനും പിടിച്ചു അല്ലേ? എല്ലായി. ഓക്കെ, ബ്യൂട്ടിഫുൾ ഫിഷ്. നല്ല വലുപ്പമുണ്ട് കേട്ടാ. കണ്ണോട്ടെ ഒരു വെറൈറ്റി മീൻ പിടുത്തം. ബ്യൂട്ടി. ചത്താത്? ഇല്ല ഇല്ല, ജീവനുണ്ട്. കുറച്ചേരാ എന്റെ പിന്നാലെ കിടന്ന് കളിക്കണ്. ബ്യൂട്ടിഫുൾ, സെയിം സൈസ്. ഗുഡ് ഫിഷ്, നൈസ് ഫിഷിംഗ്. ഫൈറ്റ് ഒന്നും ഇല്ല, പക്ഷെ ഫണ്ണാണ്, നല്ല രസമുണ്ട്. ബ്യൂട്ടിഫുൾ ഫിഷ്. അപ്പൊ ആനവാർഗറിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു ഫിഷിംഗ്. ബ്യൂട്ടിഫുൾ ഫിഷ്. വലിയ വായല്ലേ, ബിഗ് മൗത്ത്, അങ്ങനെയാണ്. ഇതിനെന്തൊരു പ്രത്യേക പേരുണ്ട്. എന്റെ വായനുള്ളിൽ കൈയിട്ട് ഇങ്ങോട്ട് കൈയിട്ടില്ല, ഗ്രൂപ്പറിന്റെ അകത്ത് വായിട്ട പോലെയാ. താങ്ക് യു. ഇത് ക്യാരക്ടർ അങ്ങോട്ട് കൂടെ അയച്ചു കൊടുക്കുന്നല്ലേ? ഇത് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? എല്ലാവരും പറയാം. Fresh water. Yeah. In Zimbabwe, tiger fishing also, right? A lot of tiger fishing. Yeah. And then നമ്മുടെ ലാസ്റ്റ് ഡേ ഡിന്നറാണ്. ഇവിടെ എന്തുള്ളതെന്ന് നമുക്ക് നോക്കാട്ടാ. ഒരു അപൂർവ ഡിഷാണ് ഇരിക്കുന്നത്. വിൽബീസ്റ്റില്ലേ, ലബിയാസ് എന്ന് പറയും ഇവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വിൽബീസ്റ്റ് മൈഗ്രേഷനൊക്കെ. ആ വിൽബീസ്റ്റിൻ്റെ നക്കിളും വാലും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സൂപ്പാണ്, അല്ലെങ്കിൽ സ്റ്റ്യൂ ആണിത്. ഒസബുക്കോ അല്ലേ, ഒസബുക്കോ അല മിലാനൈസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് നക്കിളാണിത്. ഇതൊക്കെ ഷോൾഡർ ബോൺ കണ്ട. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നക്കു. അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നൈസ് ഓസോബുക്കോ. ഇറ്റ്സ് എ ഇറ്റാലിയൻ ഡിഷാണ് കേട്ടോ ഓസോബുക്കോ. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ലാമ്പ് അല്ലെങ്കിൽ മട്ടൺ, അതല്ല വെച്ചെങ്കിൽ ബീഫ് നക്കിൾസ് അല്ലെങ്കിൽ കാഫ്, റൈസ്, കാരമലൈസ്ഡ് പംകിൻസ്, കുറച്ച് ഫ്രഞ്ച് ബീൻസ് വിത്ത് ഗോട്ട് ചീസ്, പിന്നെ സീസർ സാലഡ്, ഓക്കെ, വിത്ത് സം ക്രൂട്ടോൺസ് ആൻഡ് പാർമസൻ ചീസ്, ഓണിയൻസ് ആൻഡ് സം ചോക്ലേറ്റ് മൂസ് വിത്ത് ചെറീസ്. അതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ സപ്പർ. അപ്പോൾ ബ്യൂട്ടിഫുൾ ഡിന്നർ. അവർ ലാസ്റ്റ് ചോദിച്ചത് നമ്മൾ കഴിച്ച ഭക്ഷണമെല്ലാം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നിങ്ങൾ ചിപ്സ് കഴിച്ചില്ലേ, ഉരുളക്കിഴങ്ങ് മാഷ് കഴിച്ചില്ലേ? വേറെ ഒന്നുമില്ല, നമ്മൾ വന്ന മെജോറിറ്റി ആളുകൾ നല്ല മീറ്റ് ഈറ്റേഴ്സാണ്. നമ്മൾ കാപ്സ് കഴിക്കൽ കുറവായിരുന്നു. എന്താ നിങ്ങൾ കാപ്സ് കഴിക്കാഞ്ഞെന്ന് ചോദിച്ചു. ഫുഡ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ചോദിച്ചു. ഗുഡ് ഗായ്. സോ എൻഡ് ഓഫ് ഇറ്റ്, ഇറ്റ്സ് ഡൺ. കുറച്ച് ഡ്രിങ്ക് കഴിച്ചു ആൻഡ് വി ഡൺ ഫോർ ദ ഡേ. സോ ഡിന്നർ ടൈം ആൻഡ് see you again with another African hunting series. ഇത് നമ്മുടെ കബർനോസി സ്മോക്ക് ചെയ്യാനായിട്ട് അപ്പച്ചൻ ഓക്കൂഡാണ് കേട്ടോ യൂസ് ചെയ്യണേ. കബർനോസി ഇതിൻ്റെ ഉള്ളിൽ സ്മോക്കറിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. കോൾഡ് സ്മോക്കാണ് ചെയ്യുന്നത്. സോ യു ജസ്റ്റ് ദ സ്മോക്ക്, ദർ ഇസ് നോ ടെമ്പറേച്ചർ അറ്റ് ഓൾ. temperature now. യാ, നല്ല രസം ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. ഇതൊക്കെ സോ ബ്യൂട്ടിഫുൾ. So Cabernet getting smoked. How long you usually smoke this for? 4 hours. 4 hours. Thank you. Okay. അപ്പോൾ നമ്മുടെ വൈൻഡ് അപ്പ് കേട്ടാ, കഴിഞ്ഞ പരിപാടി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു ഹണ്ടും പരിപാടിയെല്ലാം. അടിപൊളി. എന്നാ വൈൻഡ് അപ്പ്, വി ഡൺ. ബ്യൂട്ടിഫുൾ. ലാസ്റ്റ് പോണേക്കുള്ള മുന്നേ ഒരു ചെറിയൊരു ചിയേഴ്സ്. then we done for the day. I mean done for the trip. ലാസ്റ്റ് ചിയേഴ്സ് ആണ് അല്ലേ? ലാസ്റ്റ് ചിയേഴ്സ്. For this time. It was nice to have you here. Thank you so much for your hospitality. Thank you. Cheers. Beautiful. Yes. Beautiful. Beautiful day. ഓ വെറും ഇത് കള്ളടിക്കുന്നു. ആഹാ. Yeah. We'll see you soon. Definitely. Please send me the updates of leopard and every animals. I will do. You know.